അപ്രതീക്ഷിത ട്വിസ്റ്റുകളായിരുന്നു 21 ദിവസം മാത്രം നീണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുടനീളം. നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. നിലനിർത്താൻ കഴിയുമെന്ന നല്ല പ്രതീക്ഷയാണ് LDF-നുമുണ്ട്. PV അൻവർ ആകട്ടെ ഇരു മുന്നണികളെയും തോൽപ്പിച്ച് സ്വന്തം നിലയിൽ മൂന്നാം കുറി ഒറ്റയാനായി സഭയിലെത്തുമെന്ന് കട്ടായം പറയുന്നു. നിലമ്പൂരിൽ വീശിയടിക്കുന്ന രാഷ്ട്രീയ കാറ്റും കാണാമറയത്തെ അടിയൊഴുക്കുകളും എന്തുതന്നെയായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയം സിറ്റിംഗ് പാർട്ടിക്കായിരുന്നു. ആ നടപ്പ് രീതി നിലമ്പൂരിൽ അട്ടിമറിക്കപ്പെടുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡിൽ. മണ്ഡലത്തിലെ സാമുദായിക നേതാക്കളെയും മറ്റ് പ്രമുഖരെയും കാണാനാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് കൂടുതൽ സമയം മാറ്റിവെച്ചത്. വോട്ടേഴ്സ് സ്ലിപ്പ് നൽകാനായി വീടുകളിൽ കയറിയിറങ്ങുന്ന തിരക്കിലാണ് പാർട്ടി പ്രവർത്തകർ. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറുമെന്ന് UDF പ്രതീക്ഷിക്കുമ്പോൾ 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് LDF കണക്കുകൂട്ടുന്നത്. വിജയിക്കുമെന്ന് നിരന്തരം ആവർത്തിക്കുമ്പോഴും 15,000-നും 25,000-നും ഇടയിൽ വോട്ടുകൾ പിടിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങളെ നിശ്ചയിക്കുമെന്ന് ഇരു മുന്നണികളും കണക്കാക്കുന്നുണ്ട്. വോട്ട് ശതമാനം ഉയർത്താമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപുള്ള സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടെയാണ് ഉപതെരഞ്ഞെടുപ്പിനെ മുന്നണികൾ സമീപിച്ചത്. കലാശക്കൊട്ടിലെ ജനപങ്കാളിത്തത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. 263 പോളിംഗ് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നിലമ്പൂരിൽ ത്രികോണ പോരാണ്. വിശദാംശങ്ങൾ കണ്ടുവരാൻ നമുക്ക്. ത്രികോണ പോര് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ശ്രദ്ധേയ ത്രികോണ മത്സരം നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ആ മണ്ഡലത്തിൽ LDF UDF ദ്വന്ദ്വത്തിനിടെ കരുത്ത് കാട്ടാൻ PV അൻവറും ഉണ്ട്. ചെറുതെങ്കിലും NDA വോട്ട് ഷെയറും നിർണായക സ്വാധീനമാകും. മത സാമുദായിക വിഭാഗങ്ങളുടെ അടിയൊഴുക്കുകൾ അതിനിർണായകമാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി UDF മണ്ഡലമാണ്. 87 മുതൽ 2016 വരെ ആര്യാടൻ മുഹമ്മദ് കയ്യാളിയ മണ്ഡലമാണ് നിലമ്പൂർ. K കുഞ്ഞാലിയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച അവസാനത്തെ CPIM നേതാവ്. 2016 സ്വതന്ത്രൻ PV അൻവറിലൂടെ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിച്ചു. അൻവറിന് UDF വോട്ട് ബാങ്കിലുള്ള നിർണായക സ്വാധീനമാണ് വിജയത്തിന് കാരണമായത്. പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിനെ ഇറക്കി രാഷ്ട്രീയ മത്സരവുമായാണ് CPIM. ഇനി അത് പറയേണ്ടതില്ല പ്രത്യേകമായിട്ട്. സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവത്തിലൂടെ മണ്ഡലം പിടിക്കാമെന്നാണ് പ്രതീക്ഷ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിലമ്പൂർ വിജയത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും നമുക്കറിയാം. മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത വിധം മുന്നണികളുടെ പ്രചാരണം ഉണ്ടായിട്ടുണ്ട് എന്നതും നമുക്ക് അറിയാവുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ രാഹുലിൻ്റെ ഭൂരിപക്ഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 65,132 ആയിരുന്നു. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,700 ആയിരുന്നു PV അൻവറിൻ്റെ ഭൂരിപക്ഷം. 16 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11,504 PV അൻവറിൻ്റെ ഭൂരിപക്ഷം ആയിരുന്നു. വഴിക്കടവ്, എടക്കര, കരുളായി, ചുങ്കത്തറ, മൂത്തേടം പഞ്ചായത്തുകൾ UDF-നൊപ്പമാണ് നിലവിലെ സാഹചര്യത്തിൽ. നിലമ്പൂർ നഗരസഭ, അമരമ്പലം, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ LDF-നാണ് ഭരണം എന്ന് നമുക്കറിയാം. വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF. കൺവെൻഷൻ പാണക്കാട് കുടുംബം വിട്ടുനിന്നത് ആ സമയത്ത് ചർച്ചയായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കാൻ CPIM തീരുമാനമെടുത്തു. BJP സ്ഥാനാർത്ഥി വേണോ വേണ്ടയോ എന്നതിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിലും BJP ഒടുവിൽ പ്രഖ്യാപനം നടത്തി. ഫലം കാണാതെ പോയ അൻവർ UDF ചർച്ചകൾ നിലമ്പൂർ കളത്തിൽ നിർണായകമായി. സതീശനും അൻവറും വാക്പോര് വിവാദമായി. രാഹുൽ മാങ്കൂട്ടത്തിന് രാത്രി ചർച്ച വന്നിരുന്നു, നമുക്ക് ഓർമ്മയുണ്ട്. മത്സരിക്കാൻ പണമില്ല എന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു അൻവർ. അൻവറിന്റെ തൃണമൂൽ പത്രിക തള്ളിപ്പോയത് മനഃപൂർവ്വമുണ്ടായ നീക്കമാണെന്നും ആരോപണമുണ്ട്. ക്ഷേമ പെൻഷൻ കൈക്കൂലിക്ക് സമാനമാണെന്ന് KC വേണുഗോപാലിന്റെ ആരോപണമുണ്ടായി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം സ്ഥാപനം ചർച്ചയാക്കി UDF. ജില്ലാ രൂപീകരണം ഉയർത്തി തിരിച്ചടിച്ച് CPIM. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ അനന്തുവിന്റെ മരണത്തെ ചൊല്ലിയും വിവാദമുണ്ടായി എന്ന് നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ ആയുധമാക്കി LDF മണ്ഡലത്തിൽ. PDP ഹിന്ദു മഹാസഭ പിന്തുണകൾ ഉയർത്തി തിരിച്ചടിച്ചാണ് UDF ആ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത്. നിലമ്പൂരിലും പെട്ടിപരിശോധന നമുക്കറിയാം എന്ന് തോന്നുന്നു. പക്ഷേ ഈ വിശദാംശങ്ങളിലുണ്ട്. പെട്ടിപരിശോധന വിവാദമാക്കുകയും മറ്റും ഉണ്ടായി. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകം തന്നെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആളുകളുടെ ശ്രദ്ധ ഈ ഘട്ടത്തിൽ, അതായത് നമ്മൾ എഴുതി കാണിക്കുന്ന ഡാറ്റാ ഷീറ്റിലുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ വിശദാംശങ്ങൾ അവിടുത്തെ വോട്ടർമാരുടെയും രാഷ്ട്രീയ ശ്രദ്ധിക്കുന്ന ആളുകളുടെയും മനസ്സിലുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ RSSൻ്റെ വിവാദം കൂടെ വന്ന സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കപ്പെടുകയാണ്. അപ്പോൾ
ആര് ജയിക്കും, ആർക്ക് അനുകൂലമായ നിലയാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് വിശദമായിട്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് നമ്മൾ അപ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്ന് അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് നമുക്ക് പറയാനാവില്ല. അതല്ലെങ്കിൽ അവിടെ സ്വാഭാവികമായും UDF മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് ഇതുവരെ. പക്ഷേ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഈ മട്ടിലുള്ള ആകെപ്പാടെ ഒരൊറ്റ തവണ ആര്യാടൻ മുഹമ്മദ് മത്സരിച്ചപ്പോൾ അതുവരെയുള്ള ഭൂരിപക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ മുഹമ്മദ് ജയിക്കുന്നത്. അടുത്ത തവണ ആര്യാടൻ ഷൗക്കത്ത് അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഇപ്പോൾ അൻവറിൻ്റെ പിന്തുണ അതുപോലെ ഒരു പുറത്തു നിന്നുള്ള ഒരാളുടെ പിന്തുണ ഇല്ലാതെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ CPIM മത്സരിക്കുന്നു. അവിടെ അത് എന്ത് തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രവചിക്കുക സാധ്യമല്ല. അതേസമയം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്വരാജ് ജയിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 15,000 വോട്ട് സ്വരാജിന് സ്വന്തം നിലയ്ക്ക് ആർജിക്കാൻ കഴിയണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ നിലയ്ക്ക് ഒരു 15,000 വോട്ടെങ്കിലും ആർജിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ നിലയ്ക്ക് വിജയിക്കാൻ കഴിയൂ. മാത്രമേ അൻവറും തരക്കേടില്ലാത്ത വോട്ട് ഷെയർ കൊണ്ടുപോകണം. അങ്ങനെ ഒരു കണക്കുകൂട്ടലൊക്കെയാണ് പൊതുവേ നമ്മൾ നടത്തിയത്. പക്ഷേ അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് അങ്ങോട്ടായിക്കോട്ടെ ഇങ്ങോട്ടായിക്കോട്ടെ, ഇപ്പോൾ UDF LDF അങ്ങനെ വലിയൊരു വോട്ട് ഷെയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറണമെങ്കിൽ ഒരുമിച്ച് എൻ ബ്ലോക്കായി ആളുകൾ പോയി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകിൽ അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ വിഷയമോ ഒരു വിവാദമോ ഒക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ വലിയ ഭരണവിരുദ്ധ വികാരമോ ഒക്കെ ഉണ്ടാവണം. മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം നമ്മൾ ആയിരിക്കുന്നതിൽ ഇപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ സാധാരണ മണ്ഡലങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലായ ആളുകളാണ് വോട്ടർമാരെ നമ്മൾ കാണുന്നത്. അവരൊരു തീരുമാനം നേരത്തെ ഉള്ള ആളുകളാണ്. അത് അവർക്കറിയാം എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് വലിയ അളവിൽ വോട്ടിൻ്റെ ഒഴുക്കുണ്ടാവാമെന്നുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സാധാരണ മട്ടിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ നടക്കുന്നതെങ്കിൽ അൻവറിന് വലിയ വോട്ട് ഒന്നും അധികം സമാഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല എങ്കിൽ BJP വോട്ടുകൾ അവർക്ക് വലിയ വോട്ട് ഷെയർ ഒന്നും ഇല്ല. 16,000 വോട്ടാണ് BJPക്ക് അവിടെ പരമാവധി ഉള്ളത്. ആ വോട്ട് അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നതൊക്കെ സാഹചര്യമാണെങ്കിൽ അവിടെ UDF ഒരു വിജയ സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞത്. UDF ഒന്നാമത്തെ സാധ്യത ഞാൻ എന്തായാലും ആ നിലയ്ക്ക് അവിടെ കൽപ്പിക്കുന്നു. അതല്ല, അതിനപ്പുറത്ത് അവിടെ ഈ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ LDF സെറ്റ് ചെയ്ത വഴിക്ക് തന്നെയാണ് ആദ്യം ചർച്ചകൾ പോയത്. ആ ചർച്ചകളിൽ ആളുകൾക്ക് അതിനപ്പുറത്തേക്ക് സ്വരാജിൻ്റെ വ്യക്തിത്വം, സ്വരാജിനോടുള്ള പ്രത്യേക താല്പര്യം, കഴിഞ്ഞ തവണ അൻവറിൻ്റെ വ്യക്തിത്വവും CPIM സംഘടനാ ശേഷിയും കൂടെ പ്രവർത്തിച്ചപ്പോഴാണ് അവിടെ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഇവിടെ സ്വരാജിൻ്റെ വ്യക്തിത്വമുണ്ട്, അതുപോലെ തന്നെ സ്വരാജിനോടുള്ള താല്പര്യം, സ്വരാജ് നാട്ടുകാരനാണ്, ഇതെല്ലാം ഉണ്ട്. ഒപ്പം CPIM സംഘടനാ ശേഷി, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരുപക്ഷെ സ്വരാജ് ജയിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല. കാരണം അവിടെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കുന്നുണ്ട് സ്വരാജ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അവിടെ വേണമെങ്കിൽ സ്വരാജിന് ജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതാണ് അവിടെ നിന്ന് പറയാൻ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. നാളെ രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും, വോട്ട് പോളിംഗ് ആരംഭിക്കും. അവിടേക്ക് വലിയ ആവേശത്തോടെ ആളുകളെല്ലാം എത്തും. രാവിലെ മുതൽ തന്നെ ന്യൂസ് മലയാളം അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിശദാംശങ്ങൾ പല ബൂത്തുകളിൽ നിന്നായിട്ട് ഏതാണ്ട് എല്ലാ സ്ഥലത്തു നിന്നുമായിട്ട് അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. കോൺഗ്രസിൻ്റെ നെടുങ്കോട്ടയായിരുന്ന നിലമ്പൂരിനെ ഇടത്തേക്ക് ചരിച്ചത് PV അൻവർ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെയായിരുന്നു എന്ന് നമുക്കറിയാം. PV അൻവർ സ്വയം ഒരു രാഷ്ട്രീയ പരീക്ഷണമായ സാഹചര്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിച്ചത്. ആര്യാടൻ്റെ ലെഗസിയുമായി ഷൗക്കത്ത് ഒരിക്കൽ കൂടി ജനവിധി തേടാനെത്തിയതും UDFുമായുള്ള സമവായ ചർച്ചകളിൽ തെറ്റി അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും പിന്നെ സ്വരാജിൻ്റെ എൻട്രിയും പിന്നെ ചെറുതും വലുതുമായ ഒരുപിടി രാഷ്ട്രീയ വിവാദങ്ങളും. ഏതായാലും നിലമ്പൂരിൽ ഇത്തവണ കനോലി പ്ലോട്ടിലെ ഉള്ളുറച്ച തേക്കിൻ കാതൽ പോലെ കടുത്ത പോരാട്ടമാണ്. RDXും കാത്തിരിക്കുകയാണ് നിലമ്പൂർ രംഗത്തിൻ്റെ ക്ലൈമാക്സ് കാണാൻ. നാളെ കാലത്ത് 5:30 മുതൽ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് അപ്ഡേറ്റുകൾ ന്യൂസ് മലയാളത്തിൽ തത്സമയം ഉണ്ടാകും. അതിനായി പ്രേക്ഷകരും കാത്തിരിക്കുക.